ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ ഗോവയ്ക്കും മുരിങ്ങക്കായും കൂടിയിട്ട് ഒരു കറി വയ്ക്കുകയാണ്. ഗോവയ്ക്കും മുരിങ്ങക്കായും കൂടി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പിൻ്റെ ഇല, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് നെടുകെ കീറിയത്, പിന്നെ നമ്മുടെ കൊടപ്പുളി ഒരു 3-4 കഷ്ണം എടുത്തിട്ടുണ്ട്. എല്ലാം അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് മാറ്റി വയ്ക്കുക. അതിലേക്ക് 2-ാം പാലും 3-ാം പാലും ഒക്കെ ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടപ്പത്ത് ഇങ്ങനെ തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ഇതിനിടയിൽ നമ്മൾ പുട്ടുണ്ടാക്കുന്നുണ്ട് കേട്ടോ. പുട്ട് ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് പഞ്ചസാരയും കുറച്ച് നാളികേരം ചിരകിയതും കുറച്ച് ചെറിയ ജീരം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് പുട്ടിൻ്റെ പരുവത്തിന് അങ്ങോട്ട് നനച്ചെടുക്കുകയാണ്. ഈ വെള്ളത്തിന് പകരം നമുക്ക് പാലുണ്ടല്ലോ, പാല് ഉണ്ടെങ്കിൽ മാത്രം അത് തിളപ്പിച്ചിട്ട് അതൊന്ന് ചെറിയൊരു ചൂടോട് കൂടി നനച്ചെടുക്കുകയാണെങ്കിൽ നല്ല വേറൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ കയ്യിൽ പാലില്ലാത്തത് കൊണ്ട് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് ഇതേപോലെ അങ്ങ് നനച്ചെടുക്കുകയാണ്. പ്ലെയിൻ ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇതേപോലെ ക്യാരറ്റ് ഇട്ടിട്ടോ ബീട്രൂട്ട് ഇട്ടിട്ടോ അല്ലെങ്കിൽ റാഗിപ്പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് എനിക്കിപ്പോൾ കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് ആ ഒരു മുരിങ്ങക്കായും കോവയ്ക്കും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇതിൽ ഉപ്പൊക്കെ കറക്റ്റ് പാകമല്ലേ എന്ന് നോക്കുക. ഇപ്പോൾ കുറുകി സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ചൂടിൽ തന്നെ കിടന്ന് 1-ാം പാലൊന്ന് ചൂടായി സെറ്റായിക്കോളും. ഇനി നമുക്കിതൊന്ന് കാച്ചാം. അതിനിടയിൽ നമ്മുടെ പുട്ട് ഇവിടെ ലാസ്റ്റത്തെ കുറ്റിയായിട്ടുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം നമ്മളിവിടെ കാസറോളിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കറി കാച്ചാനായിട്ട് പോവാണ്. ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും വെളിച്ചെണ്ണയിലിട്ട് നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളുടെ മീനില്ലാത്ത മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നോമ്പുള്ള ടൈമുകളിലാണ് ഇങ്ങനെയുള്ള കറികളൊക്കെ ഒരുവിധം ആൾക്കാർ പരീക്ഷിക്കാറ്. അപ്പോൾ ഇടയ്ക്കേനെ ഞാനിതൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് കോവയ്ക്ക കണ്ടപ്പോൾ ഇങ്ങനെയൊന്ന് വെക്കണമെന്ന് തോന്നി. മീനിൻ്റെ ആ ഒരു ഫ്ലേവറൊന്നും കിട്ടില്ലെങ്കിലും ആ ഒരു പുളിയും എരും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും കൂട്ടിയിട്ടോ, തെറ്റൊന്നും പറഞ്ഞില്ല. അങ്ങനെ നമ്മളുടെ പുട്ട് മുഴുവനായിട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓരോ വീഡിയോയിലും കണ്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ പുട്ട് ഇങ്ങനെ നീളത്തിനങ്ങനെ പൊട്ടാതെ ഇടുന്നത്. പക്ഷെ നമ്മൾ കാസറോളിൽ ഇങ്ങനെ കുത്തി കയറ്റി ചെയ്യുന്നത് കൊണ്ട് തന്നെ കഷ്ണം കഷ്ണമായിട്ടാണ് എല്ലാം കൂടി കിടക്കുക. അപ്പോൾ നമ്മളുടെ ചൂടോട് കൂടിയിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ടിനെ നമ്മൾ പഴമാണ് കേട്ടോ കൂട്ടുന്നത്. വേറെ എക്സ്ട്രാ കറികളൊന്നും വെക്കാൻ നേരം കിട്ടുന്നില്ല. അത് ഞാൻ നേരം വൈകി എഴുന്നേൽക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ഞാൻ പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുത്ത് സ്കൂളിലോട്ട് പറഞ്ഞു വിടട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.